നമസ്കാരം. സൂര്യദീപം ആസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് വിശാഖം നക്ഷത്രത്തിൻ്റെ 2024-25 വിഷു ഫലമാണ്. വിശാഖം നക്ഷത്രക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ തൊഴിൽ മേഖലകളിൽ പുരോഗതിയും സമ്പൽ സമൃദ്ധിയും ഒക്കെ അനുഭവിക്കാൻ ഇടവരുന്ന ഒരു സമയമാണ്. പറയുന്ന വാക്കുകളും ചെയ്യുന്ന പ്രവർത്തനങ്ങളും ആഗ്രഹിക്കുന്ന ആശയങ്ങളും ഫലപ്രദമായ രീതിയിൽ അനുഭവത്തിൽ വന്നു ചേരുന്ന ഒരു സമയമാണ്. മറ്റുള്ളവരുടെ ഉയർച്ചയിലൊക്കെ അഭിനന്ദിക്കുന്നത് വഴി ആത്മാഭിമാനം ഉണ്ടാവുന്നുണ്ട്. അവസരങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്താനൊക്കെ സാധിക്കുന്നതാണ്. ജീവിത നിലവാരം പ്രതീക്ഷിച്ചതിൽ ഉപരി ഉയർച്ചയിലെത്തും. ആഗ്രഹ സാഫല്യത്തിന് വഴിയൊരുക്കുന്നുണ്ട്. സന്താനഭാഗ്യം ഉണ്ടാവുന്നുണ്ട്. ബന്ധുക്കളുടെ അകാല വിയോഗം ഗതകാല സ്മരണകൾക്കൊക്കെ വഴിയൊരുക്കും. സ്വല്പം വിഷമമൊക്കെ ഉണ്ടാക്കുന്നതാണ്. അടുത്ത ബന്ധുവാണ് ഒരു അകാല വിയോഗത്തിന് ഇടവരുന്നത്. അർപ്പണ മനോഭാവവും ലക്ഷ്യബോധവും പുതിയ അവസരങ്ങൾക്ക് വഴിയൊരുക്കുന്നതാണ്. ഗുരുകാരണവന്മാരുടെ വാക്കുകൾ അനുസരിക്കുന്നത് മൂലം സർവകാര്യ വിജയങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതിലുപരി ആത്മാഭിമാനവും അതിൽ ഉണ്ടാവുന്നുണ്ട്. വാഹനങ്ങളൊക്കെ മാറ്റി വാങ്ങാൻ ഇട ആവുന്നുണ്ട്. സമാന ചിന്താഗതിക്കാരുമുള്ളവരുമായിട്ട് പുതിയ പുതിയ ആശയങ്ങൾ പറയുകയും അവ സ്വീകരിക്കുകയും ഒക്കെ ചെയ്യുന്നതിന് ഇടവരും. സ്വയം ഭരണാധികാരം ലഭിച്ചതിൽ ആത്മാർത്ഥമായി പ്രവർത്തിച്ച് സർവ്വകാര്യങ്ങളും ലക്ഷ്യപ്രാപ്തി നേടുവാനുള്ള സാധ്യത കാണുന്നുണ്ട്. ചിന്തകൾക്കതീതമായിട്ടുള്ള പ്രവർത്തനത്തിൽ ആത്മവിശ്വാസവും ആഹ്ലാദവും ആത്മവിശ്വാസവും എല്ലാം ഉണ്ടാവുന്നതാണ്. കാര്യനിർവഹണ ശക്തി, ഉത്സാഹം, ഉന്മേഷം തുടങ്ങിയവ പ്രവർത്തനക്ഷമതയ്ക്കും പ്രായത്തിലുപരി പക്വതയോടുകൂടിയ സമീപനം ആർജിക്കുന്നതിലും സൽകീർത്തിയും സജ്ജന മാന്യതയുമൊക്കെ വന്നു ചേരുന്നതാണ്. പുത്രപൗത്രാദികളോടൊപ്പം വിദേശത്ത് മാസങ്ങളോളം താമസിക്കാനൊക്കെ ഇടവരും. വിദേശ യാത്രയൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഇത് നടക്കാനുള്ള നല്ല സമയമാണ്. വിദേശത്ത് ജോലിയൊക്കെ ഉള്ളവർക്ക് അത് ഉയർന്ന പോസ്റ്റിലേക്ക് മാറാനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട്. അവിടെ തന്നെ സ്വന്തമായി വീടെടുത്ത് വിദേശത്തൊക്കെ സ്വന്തമായി തന്നെ അവിടെ ഒരു സിറ്റിസൺഷിപ്പോടുകൂടി താമസിക്കുവാനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട്. ഒരുപാട് കാലമായിട്ട് തീരാതെ കിടന്നിരുന്ന, നിങ്ങളെ അലട്ടിക്കൊണ്ട് കിടന്നിരുന്ന കേസുകളും കാര്യങ്ങളും ഒക്കെ തീരുന്നതായിട്ട് കാണുന്നുണ്ട്. ബിസിനസ് രംഗത്തൊക്കെ ഉള്ളവർക്ക് വൻ കുതിച്ചുകയറ്റമാണ് കാണുന്നത്. സ്വയം തൊഴിലൊക്കെ തുടങ്ങിയവർക്ക് അതിൽ ഒരുപാട് മെച്ചപ്പെട്ട സാധ്യതകൾ കാണുന്നുണ്ട്. പൂർവിക ധനമൊക്കെ കൈവരുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരിക്കലും കിട്ടില്ല എന്ന് കരുതിയ കടം കൊടുത്ത പണമൊക്കെ തിരികെ ലഭിക്കുന്നുണ്ട്. 2025 ജനുവരിയോടുകൂടി ചെറുതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. ചെറിയ അപകടങ്ങളും അപകീർത്തിക്കുമൊക്കെ സാധ്യത കാണുന്നുണ്ട്. ഈ സമയത്ത് ജനുവരിയിൽ കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കൊക്കെ സ്വല്പം മോശമായിട്ടുള്ള ഒരു സമയമാണ്. ജനുവരി ഫെബ്രുവരി മാസം എല്ലാ വിശാഖം നക്ഷത്രക്കാരും ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. പുതുതായിട്ട് ഗ്രഹം നിർമ്മിക്കുന്നവരൊക്കെ ഗ്രഹനിർമ്മാണം പൂർത്തീകരിച്ച് ഗ്രഹത്തിലേക്ക് കയറാനായിട്ട് തിരഞ്ഞെടുക്കുന്ന ഒരു സമയമൊക്കെ ആണ് അതെങ്കിൽ അത് ആ സമയം ഒന്ന് മാറ്റിവെക്കുന്നത് നല്ലതായിരിക്കും. മാർച്ച് ഏപ്രിലേക്ക് മാറ്റിവെക്കുന്നത് നല്ലതായിരിക്കും. കൂടാതെ ഗ്രഹനിർമ്മാണമൊക്കെ പുതുവർഷത്തിൽ, അതായത് 2025 തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് 2 മാസം തള്ളിവെച്ചതിന് ശേഷം തുടങ്ങുന്നത് വളരെ നല്ലതായിരിക്കും. ജനുവരി മാസത്തിൽ ചെറിയ കേസുകളിലൊക്കെ അകപ്പെടാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. കൂടാതെ ഇഴജന്തുക്കളിൽ നിന്ന് ജനുവരി മാസത്തിൽ അപകടമൊക്കെ പ്രതീക്ഷിക്കാം. എങ്കിലും വിശാഖ നക്ഷത്രക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഉയർച്ചയുടെ വർഷങ്ങൾ തന്നെയാണ്. 2025 ജനുവരി ഫെബ്രുവരി മാസം ചെറുതായിട്ടൊന്ന് സൂക്ഷിക്കേണ്ടതുണ്ട്. വിശാഖ നക്ഷത്രക്കാർക്ക് എല്ലാ തരത്തിലും അടിത്തറ പാകുന്ന ഒരു വിഷുവർഷമാണ് ഇപ്പോൾ കടന്നു വരാൻ പോകുന്നത്. വിശാഖം നക്ഷത്രക്കാരുടെ ദോഷങ്ങൾ മാറാനായിട്ട് അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കുന്നത് നന്നായിരിക്കും. കൂടാതെ അന്നദാനം നടത്തുന്നതും വളരെ നന്നായിരിക്കും. ഈ അന്നദാനം നടത്തുമ്പോൾ ആർക്കെങ്കിലും വിളിച്ച് എന്തെങ്കിലും കൊടുത്താൽ പോരാ, അത് അവർ അർഹതപ്പെട്ടവർക്ക് മാത്രം കൊടുക്കുക. അന്നദാനം കൊടുക്കുമ്പോൾ നമ്മൾ ഇതിൽ എല്ലാവരോടുമായിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്. അന്നദാനം കൊടുക്കുമ്പോൾ ചുമ്മാ ആരെയെങ്കിലും വിളിച്ചു കൊടുക്കരുത്. അവർക്ക് അർഹതപ്പെട്ടതാണോ എന്ന് നോക്കി അവർക്ക് അന്നദാനം ചെയ്യുക. അപ്പോഴാണ് ഫലം ഉണ്ടാവുന്നത്. കൂടാതെ വെള്ളവസ്ത്രം കയ്യിൽ കരുതുകയോ ധരിക്കുകയോ ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. ഇത്രയുമാണ് വിശാഖം നക്ഷത്രക്കാരുടെ 2024-25 വിഷുവർഷ ഫലം. ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.